ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുകയെന്ന്. കോഴിക്കോട് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സംവിധായകൻ VM വിനു പറഞ്ഞത്. തനിക്ക് രാഷ്ട്രീയ പശ്ചാത്തലമില്ല, പദവികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നും VM വിനു മീഡിയ വണ്ണിനോട് പറഞ്ഞു. വിനുവിന്റെ പ്രതികരണത്തിലേക്കാണ്. കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയായി സംവിധായകൻ VM വിനുവിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഒരു പുതിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷം തോന്നി. തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് വന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ. പക്ഷേ എന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ കുറച്ച് ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ആവശ്യമാണെന്ന് തോന്നി. കാരണം നമ്മുടെ കോഴിക്കോട് നഗരം എന്ന് പറയാൻ ഞാൻ ജനിച്ചു വളർന്ന നഗരമാണ്. അപ്പോൾ അവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്നത്. അത് ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കൊരു സാംസ്കാരിക നഗരം എന്നുള്ള പേര് മാത്രമേ ഇതുള്ളൂ. പേരിലൊതുങ്ങി ഒരു ഡെവലപ്മെൻറ്റും കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നില്ലെന്ന് എനിക്ക് വ്യക്തമായി കാണാൻ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ സ്നേഹിതരായാലും അല്ലാത്തവരുടെ അഭിപ്രായത്തിൽ തന്നെ ഇത് കോഴിക്കോടിനൊരു മാറ്റം, കോഴിക്കോട് നഗരത്തിൻ്റെ വികസനത്തിൽ ഒരു മാറ്റം അത്യാവശ്യമാണെന്ന് എല്ലാവരും പറയും. അത് എനിക്കും തോന്നിയതാണ്. അപ്പോൾ ഈ ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം കോഴിക്കോടിന് കിട്ടിക്കഴിഞ്ഞാൽ, കോർപ്പറേഷന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും കോഴിക്കോട് നഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വികസനമായിരിക്കും എൻ്റെ ലക്ഷ്യം. താങ്കളുടെ സിനിമയിൽ എപ്പോഴും കോഴിക്കോടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. കോഴിക്കോട് കല്ലായി ഒരു ഐക്കോണിക് ആയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കല്ലായി വാർഡിൽ മത്സരിക്കുമ്പോൾ കല്ലായിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടോ? തീർച്ചയായിട്ടും കല്ലായി പുഴ തന്നെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. കാരണം അവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ അവിടെ റോഡിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ വികസനം ആവശ്യമാണ് കല്ലായിൽ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കല്ലായി പുഴ എന്നത് ഏറ്റവും മനോഹരിയായിരിക്കുന്ന ഒരു പുഴയായിരുന്നു കല്ലായി പുഴ. അത് ആകെ ഇപ്പോൾ വരണ്ട് മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കല്ലായിപ്പുഴയുടെ അവസ്ഥ. അത് തീർച്ചയായും മാറ്റം വേണം. കാരണം ഞാനും വിനു അദ്ദേഹത്തിന്റെ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ ഏത് തരത്തിൽ വേണം, കോഴിക്കോടിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നന്ദുവിനോട് VM വിനു പറഞ്ഞത്.